പാലക്കാട് തൃത്താലയിൽ വാഹന പരിശോധനയ്ക്കിടെ എസ്ഐയെ ഇടിച്ചു തെറിപ്പിച്ചു. പരിക്കേറ്റത് തൃത്താല സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐ ശശികുമാറിന്. അപകടമുണ്ടാക്കിയ വാഹനത്തിന്റെ ഉടമ കസ്റ്റഡിയിൽ. പാലക്കാട് നിന്ന് ആഷിഖ് റഹ്മാൻ തുടരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആഷിഖ്, ഈ പ്രഭാതത്തിൽ അത്ര നല്ല വാർത്തകളല്ല ഓരോ ജില്ലകളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഈ എസ്ഐയെ വാഹന പരിശോധനയ്ക്കിടെ ഇടിച്ചു തെറിപ്പിച്ചത്? പാലക്കാട് തൃത്താലയിൽ വാഹന പരിശോധനയ്ക്കിടെ എസ്ഐയെ ഇടിച്ചു തെറിപ്പിച്ചു. പരിക്കേറ്റത് തൃത്താല സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐ ശശികുമാറിനാണ്. അപകടം സംഭവിച്ചത്. അപകടമുണ്ടാക്കിയ വാഹനത്തിന്റെ ഉടമ കസ്റ്റഡിയിലാണിപ്പോൾ. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ആഷിഖ് റഹ്മാൻ തുടരുന്നുണ്ട്. ആഷിഖ്, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? ആരാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഇടിച്ചു തെറിപ്പിച്ചത്? ജീന, ഇന്നലെ രാത്രി 10 മണിയോടെ തൃത്താല വെള്ളിയാങ്കല് മംഗലം ഭാഗത്തായിരുന്നു ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടന്നത്. ഞാങ്ങാട്ടിൽ സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയുള്ള പോളോ വാക്സ് വാഗൺ കാറാണ് പോലീസുകാരെ ഇടിച്ചു തെറിപ്പിച്ചത്. ഈ അപകടത്തിൽ പരിക്കേറ്റ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐ ശശികുമാറിനെ പരിക്കുകളോടെ കുന്നുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഈ തൃത്താലയുടെ ഭാഗത്തുള്ള വെള്ളിയാങ്കൽ പുഴയുടെ സമീപത്ത് ആളൊഴിഞ്ഞ ഭാഗത്ത് കാർ നിർത്തിയിട്ടിരുന്നത് കണ്ട് പോലീസ് പരിശോധന നടത്താൻ ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. പോലീസിന് കാർ കണ്ടതോടെ പോലീസിന് നേരെ യുവാക്കൾ കാർ എടുക്കുകയായിരുന്നു. അത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ പോലീസുകാരെ പരിക്കേറ്റത്. ഈ പോലീസുകാരെ ഇടിച്ചിട്ട ഉടനെ തന്നെ ഈ കാർ കടന്നു കളയുകയും ചെയ്തു. അവിടെയുള്ള ഈ തൃത്താല ഭാഗത്തുള്ള അഭിലാഷ് എന്നൊരു വ്യക്തിയുടെ 19കാരൻ അലനാണ് ഇത്തരത്തിൽ വാഹനം ഓടിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പോലീസുകാരന്റെ ശരീരത്തിന് മുകളിലൂടെ വാഹനം കയറിയെന്നും ഒരു വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഈ വീട്ടിലെത്തി ഈ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വ്യക്തി മകൻ അവിടെ എത്തിയ ശേഷം അവിടെ നിന്ന് കടന്നു കളഞ്ഞു, അതായത് വീട്ടിലെത്തിയ ശേഷം കടന്നു കളഞ്ഞത് എന്നുള്ളതാണ്. ഈ വീട്ടിലേക്ക് മകൻ എത്തുന്ന ദൃശ്യങ്ങളുണ്ട്, പക്ഷേ തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളില്ല. അതായത് അപകടം മനസ്സിലാക്കിയ ശേഷം ഇവർ CCTV ഓഫാക്കി കളഞ്ഞു എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാനായിരിക്കും തീരുമാനം. എന്തായാലും മകന്റെ പ്രായപൂർത്തി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. പ്രായപൂർത്തി ആയില്ലെങ്കിൽ ഒരുപക്ഷെ പിതാവിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതയുണ്ട്. പ്രായപൂർത്തിയാണെങ്കിൽ ഒരുപക്ഷെ മകനെയും കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യത്തിനോ മറ്റോ കേസ് വൈകിക്കാൻ വേണ്ടിയിട്ടേക്കും ഒരുപക്ഷെ മകനെ അവിടെ നിന്ന് മാറ്റിയത്. എന്തായാലും പോലീസ് വീട്ടിലെത്തി വിവരങ്ങൾ തേടിയിട്ടുണ്ട്. എന്തായാലും പോലീസുകാരനെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ദേഹത്തുകൂടി കാർ കയറി ഇറങ്ങി എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസുകാരന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. പാലക്കാട് നിന്ന് ആഷിഖ് റഹ്മാനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.